മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 340ാമത്തെ എപ്പിസോഡിൽ ഓറം മ്യൂറിയാറ്റിക്കം എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് വളരെ ശ്രദ്ധേയമായ ചില ലക്ഷണങ്ങൾ കെൻറ്റ് പറയുന്നുണ്ട്. വിശേഷിച്ചും വിവിധതരം അർബുദത്തിൻ്റെ ബാധകളിൽ ഈ ഔഷധത്തിൻ്റെ പ്രയോഗസാധ്യത, അതുകൂടാതെ ഹൃദയ സംബന്ധമായ നിരവധി പ്രശ്നങ്ങളിൽ ഹൃദയാഘാതത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഈ ഔഷധം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന കെൻറ്റ് ലക്ഷണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നമുക്ക് അതുപോലെ കരളിൻ്റെ വിവിധമായ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഇറ്റ് ക്യൂവേഴ്സ് വയലന്റ് സിഫിലിറ്റിക് ഹെഡേക്സ് വിത്ത് വെർട്ടിഗോ. സിഫിലിസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായ തലവേദനകൾ, ഒപ്പം തലകറക്കവും ഇത് സുഖപ്പെടുത്തും. വയലന്റ് ലെഫ്റ്റ് സൈഡ് ഹെഡേക്സ്, ഇടതുവശം തലയുടെ ഇടതുവശത്ത് വരുന്ന വേദന. ഇൻറ്റൻസ് ഏക്ക് ഇൻ ഫോർഹെഡ്, നെറ്റിക്ക് വരുന്ന രൂക്ഷമായ വേദന. ബേണിംഗ് ഇൻ ഒക്സിപ്യൂട്ട്, തലയുടെ പിൻഭാഗത്ത് വരുന്ന വേദന. സെർബ്രൽ കഞ്ചഷൻ, പൾസേറ്റിംഗ് ഇൻ ദ ഹെഡ്. അപ്പോൾ തലയോടുമായിട്ടും തലച്ചോറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. വേദന, രൂക്ഷമായ വേദന, വിങ്ങലൊക്കെ ഉണ്ട്. പെയിൻ അമീലറേറ്റ് ബൈ കോൾഡ് ആപ്ലിക്കേഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട മൊഡാലിറ്റിയാണ് തണുത്ത പ്രയോഗം. തണുത്ത വെള്ളം പ്രയോഗിക്കുന്നതുകൊണ്ടോ തണുത്ത തുണിയോ തൂവാലയോ ഒക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടോ ശമനം കിട്ടാം. ഹിസ് ഫോർഹെഡ് ഈസ് ഹോട്ട്, നെറ്റി ചൂടായിരിക്കും. ഹീറ്റ് ഓഫ് ദ ഹെഡ് ആൻഡ് കോൾഡ് എക്സ്ട്രീമിറ്റീസ്, തല ചൂടായിരിക്കുന്നു, കൈകാലുകളിൽ മറ്റുമൊക്കെ തണുത്തിരിക്കുന്നൊരവസ്ഥ. ഗ്രേറ്റ് സോർനസ് ഓഫ് ദ പെരിയോസ്റ്റിയം ആൻഡ് എക്സോസസ് ഓഫ് ദ സ്കൾ. അപ്പോൾ തലയോടിൻ്റെ ആവരണത്തിൽ അവിടെ വല്ലാതെ നൊമ്പരം, അതുകൂടാതെ അവിടെ മുഴകൾ, തലയോട്ടിയിലെ അസ്ഥിയിൽ മുഴകൾ, അത് കുഴപ്പമില്ലാത്ത ബിനൈനായിട്ടുള്ള മുഴകൾ. ടീറിങ് പെയിൻ ദ സ്കൾ, തലയോട്ടിയിൽ ഇങ്ങനെ വലിച്ച് കീറുന്ന പോലത്തെ വേദന. വേഴ്സ് നൈറ്റ്, രാത്രിയിൽ അത് വർദ്ധിക്കും. ഇറ്റ് ക്യൂവേഴ്സ് ക്രോണിക് ഐ ട്രബിൾസ് ഡ്യൂ ടു സിഫിലിസ്, സിഫിലിസ് മൂലം ഉണ്ടാകുന്ന സ്ഥായിയായിട്ടുള്ള കണ്ണിൻ്റെ പ്രശ്നങ്ങളെ ഇത് സുഖപ്പെടുത്തുന്നുണ്ട്. The mucous membranes of the lids and ball is red, thickened and very vascular. അപ്പോൾ കൺപോളകളുടെ നേത്രഗോളത്തിൻ്റെ ഒക്കെ ആ ഒരു ശ്ലേഷ്മ സ്തരങ്ങൾ അത് ചെമന്ന നിറത്തിലാവുന്നു, കട്ടിയാകുന്നു. അവിടെയുള്ള രക്തക്കൊഴുകൾക്ക് ഇങ്ങനെ പ്രൊമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാവുന്നു. ദ ലിഡ്സ് സ്റ്റിക്ക് ടുഗദർ ഇൻ ദ മോർണിംഗ്, ഉടനെ എഴുന്നേൽക്കുമ്പോൾ കൺപോളകൾ പരസ്പരം ചേർന്ന് ഒട്ടിപ്പോയിരിക്കുന്നു. ഡിം വിഷൻ ഇൻ ദ ഈവനിങ് ബൈ ആർട്ടിഫിഷ്യൽ ലൈറ്റ്, സന്ധ്യയ്ക്ക് നമ്മൾ വൈദ്യുത ദീപങ്ങളോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് എണ്ണവിളക്കുകളോ ഒക്കെ കത്തിക്കുമ്പോൾ ആ സമയത്ത് കാഴ്ചക്കുറവ്, നോർമൽ ലൈറ്റിൽ കുഴപ്പമില്ല. ലോസ് ഓഫ് വിഷൻ ആഫ്റ്റർ സിഫിലിസ്, സിഫിലിസുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സിഫിലിസ് ബാധയെ തുടർന്നുണ്ടാകുന്ന കാഴ്ചയില്ലായ്മ. ആൻഡ് ആഫ്റ്റർ സ്കാർലറ്റ് ഫീവർ ചെമ്പനി, അതിനുശേഷം വരുന്ന കണ്ണിനെ ബാധിക്കുന്ന, കാഴ്ചയെ ബാധിക്കുന്ന അവസ്ഥ. വെരി സ്ലോ അക്കോമഡേഷൻ, കണ്ണിൻ്റെ ഫോക്കസിങ് വളരെ സാവകാശം. നമ്മൾ അടുത്ത കാഴ്ചയിൽ നിന്ന് പെട്ടെന്ന് ദൂരേക്ക് നോക്കുമ്പോൾ ആ ഫോക്കസ് വളരെ നമ്മളറിയാത്ത തരത്തിൽ അപ്പം തന്നെ തൽക്ഷണം ഫോക്കസ് മാറും. പക്ഷെ അതൊന്നും മാറാതെ അപ്പോൾ ബ്ലർഡ് വിഷൻ വരാം, കാഴ്ച വ്യക്തമാതെ വരാം, അങ്ങനത്തെ ഒരു അവസ്ഥ. അമോറോസിസ്, കാഴ്ചക്കുറവ്. ക്രോണിക് ഇൻഫ്ലമേഷൻ ദ മാർജിൻ ഓഫ് ലിഡ്സ്, കൺപോളകളുടെ വക്കിൽ സ്ഥായിയായിട്ടുള്ള വീക്കം. ബേണിംഗ് പെയിൻ ദ ഐസ്, കണ്ണിൽ പൊള്ളുന്ന വേദന. ബസ്സിങ്, റിങ്ങിങ് ആൻഡ് റോറിങ് ഇൻ ദ ഇയേഴ്സ് ഫോളോഡ് ബൈ ഡെഫ്നെസ്, കാതിൽ മുഴക്കം, മണിയിലുങ്ങുന്നത് പോലെ ഇരമ്പലൊക്കെ വരും, കുറച്ച് കഴിയുമ്പോൾ കേൾവി പോവുകയും ചെയ്യും. എ സെൻസേഷൻ ആസ് ഇഫ് ദി ഇയേഴ്സ് വെർ വൈഡ് ഓപ്പൺ, ചെവി ഇങ്ങനെ വല്ലാതെ തുറന്ന്, ചെറിയൊരു ദ്വാരമല്ല വലുതാതെ തുറന്നു കിടക്കുകയാണ്, സെൻസേഷൻ, തോന്നൽ മാത്രം. മ്യൂസിക് റിലീവ്സ് ദ ഇയർ സിംറ്റംസ്, ചെവിയുടെ പ്രശ്നങ്ങളെ സംഗീതം ശമിപ്പിക്കും. എക്സീമ ബിഹൈൻഡ് ദ ഐസ്, ചെവിയുടെ പിന്നിൽ വരട്ടുചൊറി. ബേണിംഗ് ആൻഡ് ഇച്ചിങ് ബിഹൈൻഡ് ഇയേഴ്സ് അറ്റ് നൈറ്റ്, രാത്രിയിൽ ചെവിയുടെ പുറയിൽ പൊള്ളൽ, ചൊറിച്ചിൽ. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഫുൾ റെമഡീസ് ഇൻ കാറ്റർ ഓഫ് ദ നോസ് ഇൻ പേഷ്യൻസ് ഹു ആർ സെൻസിറ്റീവ് ടു ദ വോം റൂം. ചൂടുള്ള മുറിയോട് സംവേദനക്ഷമതയുള്ളൂ. ചൂടുള്ള മുറിയിൽ ഇരിക്കാനും കിടക്കാനും ഒക്കെ പ്രയാസമുള്ളവർക്കുണ്ടാകുന്ന ജലദോഷം, വളരെ രൂക്ഷമായ കഫസംബന്ധമായ പ്രശ്നങ്ങൾ, ജലദോഷം, എന്നൊക്കെ ഇത് വളരെയധികം ഉപകരിക്കുന്ന ഔഷധങ്ങളൊന്നാണിത്. ഇറ്റ് ക്ലാസസ് വിത്ത് പൾസാറ്റിൽ ആൻഡ് കാലി സൾഫ്യൂറിക്കം,
പൾസാറ്റിലെ കാൽസൾഫ്യൂരിക് നമുക്കറിയാം ഓപ്പൺ എയറിനോട് താല്പര്യമുള്ള ഔഷധം. ആ ഒരു കൂട്ടത്തിൽ ആ ഒരു ഗണത്തിൽ ഇത് വരും പൾസാറ്റിലെ സൾഫ്യൂരിക്കും. ആസ് ബോത്ത് ഓഫ് ദീസ് ആർ ബെറ്റർ ഇൻ ഓപ്പൺ എയർ, ദ ഡിസ്ചാർജസ് ഓഫ് ദിസ് റെമഡി ആർ തിൻ ഓർ തിക് ലൈക്ക് പസ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഡിസ്ചാർജസ്, ഈ ഔഷധത്തിൻ്റെ ഡിസ്ചാർജസ് നേർത്തതാകാം, കട്ടിയുള്ളതാകാം. വെരി ഒഫൻസീവ് ആൻഡ് സംടൈംസ് ബ്ലഡി, ദുർഗന്ധമുണ്ടാകാം, ചിലപ്പോൾ ചോര കടന്നു വരാം. ആൻഡ് ദർ ആർ മെനി ഹാർഡ് കസ്റ്റ് ഇൻ ദ നോസ്, മുക്കിൽ കട്ടിയുള്ള പൊറ്റ വന്നിട്ട് പിടിച്ചിരിക്കാം. ബ്ലീഡിങ് ഓഫ് ദ നോസ് ആൻഡ് ബ്ലോയിങ് ഔട്ട് ദ കസ്റ്റ്, ചീറ്റി മൂക്ക് അടച്ച് ഒരു മൂക്ക് അടച്ചു പിടിച്ച് മറ്റേ മൂക്ക് ചീറ്റി ഈ പൊറ്റകൾ കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചോരയും വരും. യെല്ലോ ഗ്രീൻ ഡിസ്ചാർജ്, മഞ്ഞ നിറത്തിലുള്ള പച്ച നിറത്തിലുള്ള അത് ചേർന്ന് വരുന്ന സ്രവങ്ങൾ മൂക്കിൽ നിന്നും. ഇറ്റ് ക്യൂവേഴ്സ് ദ മോസ്റ്റ് സ്റ്റബേൺ സിഫിലിറ്റിക് കാറ്ററാക്ട്. സിഫിലിസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ലക്ഷണങ്ങൾ വരുന്നുണ്ട്. സിഫിലിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൂക്കിൽ നിന്ന് വരുന്ന കഫത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ മാറാൻ പ്രയാസമുള്ള, ഏറ്റവും കടുപ്പമുള്ള, മാറാൻ പ്രയാസമുള്ള അത്തരം സിഫിലിസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഫസംബന്ധമായ പ്രശ്നങ്ങളെ ഇത് സുഖപ്പെടുന്നു. ദ നേസൽ ബോൺസ് ബിക്കം സെൻസിറ്റീവ് ടു പ്രഷർ, മുക്കിൻ്റെ അസ്ഥികൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് സംവേദനക്ഷമത ഉണ്ടാവും, വേദനയും മറ്റുമൊക്കെ ഉണ്ടാവും. കേരീസ് ഓഫ് ദ ബോൺസ് ഇൻ ദ നോസ്, മുക്കിലെ അസ്ഥികളിൽ ദ്രവിക്കുന്നു, അവിടെ പോടുണ്ടാകുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ പേര് പറയുന്നില്ലെങ്കിലും പറയാതെ പറയുന്നുണ്ട്. കുഷ്ഠം പോലുള്ള ചില രോഗാവസ്ഥകളുടെ പ്രാഥമിക അവസ്ഥകളിലേക്ക്. റെഡ് സ്വോളൻ നോസ്, ചുവന്ന നിറത്തിലുള്ള വിങ്ങിയിരിക്കുന്ന മൂക്ക്. ഡീപ് ക്രാക്സ് അബൌട്ട് ദ വിങ്സ് ഓഫ് ദ നോസ്, മൂക്കിൻ്റെ ആ വിങ്സിൽ ആഴമേറിയ വടുക്കൾ. ലൂപ്പസ് ഓഫ് ദ വിങ്സ് ഓഫ് ദ നോസ്, ആ വിങ്സിൽ മൂക്കിൻ്റെ വിങ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും പിന്നെ മാംസം ദ്രവിച്ചു പോകുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ, വർണ്ണങ്ങൾ. ഇൻഫൻസ് വിത്ത് ഇൻഹെറിറ്റഡ് സിഫിലിസ് വിത്ത് സ്നഫിൾസ് ആൻഡ് ഇൻഡൻറ്റഡ് നോസ്, മൂക്കിൽ നിന്ന് സ്ഥിരം മുക്കള വരിക, മൂക്കിന് രൂപവ്യത്യാസം വരിക, മൂക്കിലിങ്ങനെ ആ മൂക്കിൻ്റെ പാഴത്തിൽ ഇടിവ് സംഭവിക്കുക. അങ്ങനെയുള്ള ഏത് സാഹചര്യങ്ങളിൽ സിഫിലിസിൻ്റെ പാരമ്പര്യമുള്ള കുട്ടികളിൽ ഈ ലക്ഷണങ്ങൾ വരുമ്പോൾ, പാരമ്പര്യമായിട്ട് വരുമ്പോൾ, തലമുറ കൈമാറിട്ട് വരുമ്പോൾ ഈ ഔഷധം അതിനെ കവർ ചെയ്യുന്നുണ്ട്. ദ സർക്കംസ്ക്രൈബ്ഡ് റെഡ് ഫേസ് വിത്ത് പാലർ ഓഫ് ഫേസ് ആൻഡ് നെക്ക് ഇൻ ഹാർട്ട് കംപ്ലൈൻസ്, palpitation on slight exertion, pressure behind the sternum when walking, suffocation in a closed room, wants cool air, ameliorated by gentle motion, and we have a combination that this remedy often cures. അപ്പോൾ ഈ ഔഷധം കവർ ചെയ്യുന്ന ഒരു കോമ്പിനേഷനെ കുറിച്ചൊക്കെ എൻ്റെ പറയുന്നത്. മുഖത്ത് ഇങ്ങനെ കൃത്യമായ വക്കോട് കൂടിയ നിറവ്യത്യാസം, ചുവന്ന നിറത്തിലുള്ള പാടുകൾ, കൃത്യമായിട്ടുള്ള ഒരു വക്കതിനുണ്ടാവും. ഒരു അനാരോഗ്യകരമായ ഒരു നിറവ്യത്യാസം പൊതുവെ മുഖത്തിനുണ്ടാകുന്നു. കഴുത്തിലും അങ്ങനെ വരാം. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരിൽ, ചെറിയൊരു അധ്വാനം കൊണ്ട് നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നവരിൽ, നെഞ്ചിലെ അസ്ഥിയിൽ ഒരു പ്രഷർ, സമ്മർദ്ദം, നടക്കുമ്പോഴും ചെറിയ ആയാസം ഉണ്ടാകുമ്പോഴൊക്കെ നെഞ്ചിലെ അസ്ഥിയിൽ ഒരു സമ്മർദ്ദം തോന്നുന്നവർ, അടച്ചിട്ട മുറിയിൽ ശ്വാസം മുട്ടുന്നവർ, തണുത്ത വായുവിന് വേണ്ടി ദാഹിക്കുന്നവർ, ചെറിയ നമ്മൾ പൾസാറ്റിലേക്ക് പറയുന്ന പോലെ ചെറിയ നടത്തം കൊണ്ട് ശമനം കിട്ടുന്നവരിൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുടെ കോമ്പിനേഷനെ ഈ ഔഷധം സുഖപ്പെടുത്തും. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണത്. ദ പെയിൽ ഫേസ് വിത്ത് റെഡ് സ്പോട്ട്സ് ഓൺ ഈ ചീക്ക് ഈസ് നോട്ട് ദാറ്റ് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ കൺസെപ്ഷൻ ബട്ട് ഇൻ ഹാർട്ട് കംപ്ലൈൻറ്റ്സ്. അപ്പോൾ വിളറിയ മുഖത്ത് ചെമന്ന പൊട്ടുകൾ പോലെ വരുന്നു. അത് ക്ഷയരോഗത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല, ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ദ ഇൻഫൻറ്റ് ഫേസ് ലുക്സ് ഓൾഡ്, ഒരു ശിശുവിൻ്റെ മുഖം കണ്ടാൽ ഒരു പ്രായമുള്ള ആളെപ്പോലെ തോന്നിക്കും. ആക്നെ ഓഫ് ദ ഫേസ്, മൂക്കുരുക്കൾ. ദർ ഇസ് ഓഫൻ എ റെഡ് ഹെൽത്തി ലുക്ക് ഓൺ ദ ഫേസ് ഓഫ് എവറി സിക്ലി പീപ്പിൾ. റെഡ് ഫേസ്ഡ് ഫ്രം വീനസ് സ്റ്റാസിസ്, ഇറ്റ് ഈസ് എ ഫോൾസ് പ്ലത്തോറ ലൈക്ക് ദാറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഓറം. ഓറത്തിൽ കാണുന്ന പോലെ രക്തം ഇങ്ങനെ തളം കെട്ടി നിന്നിട്ട് ശരിയായ സർക്കുലേഷൻ ഉണ്ടാകാതെ വന്നിട്ട് ചുമന്ന നിറം വരാം, ഇങ്ങിയിരിക്കുന്ന പോലെ തോന്നാം. കേരീസ് ഓഫ് ദ ലോവർ ജോ ലൈക്ക് ഫോസ്ഫറസ് ആൻഡ് എക്സോസ്റ്റോസിസ് ഓഫ് റൈറ്റ് ചീക്ക് ബോൺ. അപ്പോൾ ഫോസ്ഫറസിനോട് എന്ന പോലെ കീഴ്ത്താടി എല്ലിൽ ദ്രവിച്ചു പോകുന്നു, പോടുണ്ടാകുന്നു. മുഴകൾ, വലത് കവിളിലെ അസ്ഥിയിൽ മുഴകളുണ്ടാകുന്നു.
ബേണിംഗ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ ലിപ്സ്, ചുണ്ടുകളിൽ പൊള്ളല്, വിങ്ങല്. ഇൻഡുറൈറ്റ് ലിപ്സ്, ചുണ്ടുകൾ കല്ലിക്കുന്നു. ക്യാൻസറസ് അൾസർ ഓഫ് ദ ലിപ്സ്, ചുണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് അർബുദസംബന്ധമായ വ്രണങ്ങൾ. പെയിൻഫുൾ സ്വെല്ലിംഗ് ഓഫ് ദ സബ്മാക്സിലറി ഗ്ലാൻഡ്, കവിളുള്ള ഗ്രന്ഥിയിൽ വേദനയുള്ള വീക്കം. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഫുൾ ഇൻ ക്യാൻസർ ഓഫ് ദ ടങ്, നാവിലെ ക്യാൻസറിന് ഓറമ്യൂറിയാറ്റിക്കം ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ് ഫോളോഡ് ബൈ ഇൻഡറേഷൻ, കല്ലിപ്പുണ്ടായിട്ട് നാക്കിൽ വീക്കം. ഡ്രൈ റെഡ് എക്സ്കോറിയേറ്റഡ് ടങ്, വരണ്ട ചുവന്ന നിറത്തിലുള്ള ദ്രവിച്ചു പോയ തരത്തിലുള്ള തൊലിയൊക്കെ ദ്രവിച്ചു പോയ തരത്തിലുള്ള നാവ്. വാട്സ് ഓൺ ദ ടങ്, നാവിൽ അരിമ്പാറ. മെറ്റാലിക് ടേസ്റ്റ് ആൻഡ് സലൈവേഷൻ, മെറ്റാലിക് ടേസ്റ്റ് ലോഹരുചി, അത് എങ്ങനെ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് സലൈവേഷൻ. എനിക്ക് ഈ നേരത്തെ ഇതൊക്കെ വായിച്ചിരുന്ന സമയത്ത് ഈ മെർക്കുറിയുടെ ഒരു രുചി നമുക്കറിയില്ല. അതൊക്കെ ഞാൻ കെമിസ്ട്രി ലാബിൽ BSc സബ്സിഡറി ലാബിലൊക്കെ പോകുന്നതാണ്. ഒരു മെർക്കുറിയൽ സ്മെല്ലറിയാം, മെർക്കുറിയൽ സ്മെല്ല് കിട്ടുന്നുണ്ട്. അതാണോ എന്ന് തോന്നിക്കുന്ന ഒരു രുചി വായിലുണ്ടാകുമായിരുന്നു. പിന്നീട് ഞാനൊരു ലിറ്ററേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ സിൽവർ കൊണ്ട് പല്ലടക്കുക, വെള്ളി കൊണ്ടടക്കുക എന്ന വാസ്തവത്തിൽ മെർക്കുറിയുടെ രസത്തിൻ്റെ ഒരു കോമ്പൗണ്ടാണത്. അത് മനസ്സിലാക്കുകയും വായിൽ ഈ സലൈവേഷൻ ഉണ്ടായിരുന്നു, ഈ രുചിയും ഒക്കെ കൂട്ടിച്ചേർത്തപ്പോൾ ഞാൻ ഉടനെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കണ്ട് അത് കുത്തിപ്പറിച്ച് എടുപ്പിച്ച് കളയിച്ചു കളഞ്ഞു. ആദ്യം ചെന്നത് വെച്ചാളത് കണ്ട് അദ്ദേഹം കളഞ്ഞില്ല, പിന്നെ വേറെ അധികം തിരക്കില്ലാത്ത ഒരാളത് ചെന്നിട്ട് അദ്ദേഹം കുത്തിപ്പറിച്ച് മുഴുവൻ കളഞ്ഞു. അപ്പോഴേക്കും ഈ സലൈവേഷൻ മാറി, ആ മെറ്റാലിക് ടേസ്റ്റും മാറി. അതുകൊണ്ടാണ് ആ ഒരു രുചി. പക്ഷെ അത് എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് ഒരു സ്റ്റാൻഡേർഡ് വിശദീകരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പെയിൻസ് ഇൻ ദ ത്രോട്ട് ആൻഡ് അൾസറേഷൻ, തൊണ്ടയിൽ വേദന, വ്രണങ്ങൾ വരുന്നു. അൾസറേഷൻ ഓഫ് ദ നോസ്ട്രിൽസ്, നാസാരന്ധ്രങ്ങളിൽ വ്രണങ്ങൾ വരുന്നു. ഇൻഫ്ലമേഷൻ വിത്ത് ഡ്രൈനസ് ഇൻ ത്രോട്ട്, തൊണ്ടയിൽ വീക്കം, വരണ്ട അവസ്ഥ. ദ സ്റ്റൊമക്ക് ഈസ് വെരി വീക്ക് ആൻഡ് ഡൈജഷൻ ഈസ് സ്ലോ, വയറിൻ്റെ ആകെ ക്ഷീണിതമാണ്, ദഹനം സാവകാശമാവുന്നു. നോസിയ, ഡിസ്റ്റൻഷൻ ആൻഡ് ഡയറിയ ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിഞ്ഞ ശേഷം ഒക്കാനം വരുന്നു, വയറിളക്കം വരുന്നു, ഒക്കെ വരുന്നു. കോഫി, ടീ ആൻഡ് വൈൻ ഡിസഗ്രി, കാപ്പിയും ചായയും വീഞ്ഞും അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കും വയറ്റില്. ഇറക്ടേഷൻ, സ്പിറ്റിഷ്, ദുർഗന്ധമുള്ള ദുസ്വാദുള്ള തികട്ടി വരല്. നോസിയ ഇൻ ദ മോർണിംഗ്, ബെറ്റർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, ഉണർന്നു വന്നേക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരല്, ഓക്കാനം വരല്, പ്രാതൽ കഴിച്ച ശേഷം അത് കുറയുന്നു. വൊമിറ്റിംഗ് ഓഫ് ഗ്രീൻ ഫ്ലൂയിഡ്, പച്ച നിറത്തിലുള്ള ഒരു ദ്രാവകം ഛർദ്ദിച്ചു പോവുക. ഗ്യാസ്ട്രൈറ്റിസ്, ഉദരത്തിലെ സ്ഥലങ്ങളിൽ, ആവരണങ്ങളിൽ വീക്കം. ക്രാംസ് ഇൻ സ്റ്റൊമക്ക്, ഉദരത്തിൽ വലിച്ചു കോച്ചലുകൾ. ഷാർപ്പ് പെയിൻസ് ഇൻ ദ സ്റ്റൊമക്ക് വിത്ത് ബേണിംഗ് ഇൻറ്റൻസ് തേഴ്സ്റ്റ്, രൂക്ഷമായ ദാഹത്തോടുകൂടി വയറ്റിൽ പൊള്ളലും വളരെ രൂക്ഷമായ വേദനയും. എൻലാർജ്മെന്റ് ഓഫ് ദ ലിവർ ആൻഡ് സ്പ്ലീൻ, കരളും പ്ലീഹയും വീർക്കുന്നു. ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ, കരളിൽ സ്ഥായിയായ വീക്കം. ദ ലിവർ ഈസ് ലാർജ് ആൻഡ് ഹാർഡ്, കരൾ വലുതാകുകയും കല്ലിക്കുകയും ചെയ്യുന്നു. ബേണിംഗ് ഇൻ ദ ലിവർ, കരളിൽ പൊള്ളല്. ടൈറ്റ് ഫീലിംഗ് ഇൻ ദ റീജിയൻ ഓഫ് ദ ലിവർ, കരളിന്റെ ഭാഗത്ത് ആകെ മുറുകിയിരിക്കുന്ന പോലെ. ലിവർ ട്രബിൾസ് അസോസിയേറ്റഡ് വിത്ത് ഹാർട്ട് ഡിസീസ് വിത്ത് ആൽബുമിൻ ഇൻ ദ യൂറിൻ ആൻഡ് ഡ്രോപ്സി ഓഫ് ദ ലിംസ്. വീണ്ടും ഒരു കോമ്പിനേഷനിലേക്ക് വരികയാണ്. നേരത്തെ ഒരു കോമ്പിനേഷൻ നമ്മൾ കണ്ടു, മൂത്രത്തിൽ ആൽബുമിൻ, കയ്യാലുകളിൽ നീർക്കെട്ടി വിങ്ങിയിരിക്കുന്ന അവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അതിനോട് ചേർന്ന് കരളിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്നു. അബ്ഡോമിനൽ ഡ്രോപ്സി, അടിവയറ്റിൽ വെള്ളം കെട്ടിയ അവസ്ഥ. ഡ്രോയിങ് പെയിൻ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ഗ്യാസസ്, വായു കെട്ടിയിട്ട് വയറ്റിലും മറ്റുമൊക്കെ വേദന, വീർത്തുകെട്ടല്. ഗ്രേറ്റ് ടെൻഡർനെസ് ഓഫ് അബ്ഡമൻ, അടിവയറ്റിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസം, വളരെ മൃദുവായിരിക്കുന്നു. ഫ്രീക്വന്റ് ഫ്ലൂയിഡ് സ്റ്റൂൾസ്, ഗ്രേയിഷ് വൈറ്റ് ബൈലസ്, പച്ചവെള്ളം പോലെ കട്ടിയില്ലാതെ വെറുതെ അയവുള്ളതായിട്ട് മലം പോകുന്നു. ഗ്രേയിഷ് ചാരനിറം, വെള്ളനിറം, അതിൽ ബൈലില്ല, മഞ്ഞത്തിൻ്റെ നിറമില്ല. ഡയറിയ വിത്ത് ലിവർ അഫെക്ഷൻ, കരളിൻ്റെ പ്രശ്നങ്ങൾ ചേർന്ന് വയറിളക്കം വരുന്നു. അല്ല ഡയറിയ വേഴ്സ് അറ്റ് നൈറ്റ്, രാത്രിയിൽ വയറിളക്കം വർദ്ധിക്കുന്നു. ഹെമറോയിഡ്സ് വിത്ത് ബ്ലീഡിങ് അറ്റ് സ്റ്റൂൾ, ഹെമറോയിഡ്സ് ഉണ്ടാകുന്നു, വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് രക്തവാർച്ച ഉണ്ടാകുന്നു. എ ഹെവി റിംഗ് ഓഫ് വാൾസ് അറൌണ്ട് ദ ഏനസ് വിത്ത് കോപ്പിയസ് മോയ്സ്ചർ, മലദ്വാരത്തിന് ചുറ്റും ഒരു വലയം പോലെ അരിമ്പാറ വരുന്നു, അവിടെ ഈർപ്പം നിലനിൽക്കുന്നു. മാർക്ക് എസ്കോറിയേഷൻ അറൌണ്ട് ദ ഏനസ്,
ഏനസിന് ചുറ്റും വളരെ ശ്രദ്ധേയമായ രീതിയിൽ തൊലി പോയിട്ട് നീറ്റലും മറ്റുമൊക്കെ ഉണ്ടാകുന്നു. സ്ക്വേർഡ് ഫിസ്റ്റുല ഇൻ ഏനോ, ഫിസ്റ്റുല ചെയ്ത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിഗ് വാർഡ്സ് ഓഫ് ദ ഏനസ് വിത്ത് അൾസറേഷൻ. അപ്പോൾ ഈ ഗൊണേറിയ ആയിട്ട് ബന്ധപ്പെട്ട സിഫിലിസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ലൈംഗികാവയവങ്ങളും വിസർജനേന്ദ്രിയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി ഉണ്ട്. ഫ്രീക്വന്റ് യൂറിനേഷൻ ഡേ ആൻഡ് നൈറ്റ് ബട്ട് വേഴ്സ് ഡ്യൂറിങ് നൈറ്റ്. രാവും പകലും ഇടക്കിടക്ക് മൂത്രം ഒഴിക്കണം, പക്ഷേ രാത്രി കൂടും. യൂറിൻ ഡ്രിബിൾസ്, മൂത്രം തുള്ളിയായി പോകുന്നു. ഇൻക്രീസ് ഫ്ലോ ഓഫ് യൂറിൻ, അത് നേരെ വിപരീതമായിട്ട് മൂത്രം അമിതമായിട്ടും പോകുന്നു. യൂറിൻ ടർബിഡ് റെഡിഷ് സെഡിമെന്റ്, മൂത്രമായി കലങ്ങി മറിഞ്ഞു കിടക്കുന്നു. അടി ഊർന്ന് ചുവന്ന നിറത്തിൽ അടി ഊർന്നു. ഗൊണോറിയ ഇൻ ഓൾഡ് സിഫിലിറ്റിക് സബ്ജക്ട്സ് ഉണ്ടോ, രണ്ടും കൂടി ചേർന്ന് വരുന്നു. പഴകിയ സിഫിലിറ്റിക് രോഗികളിൽ ഗൊണോറിയയും ചേർന്ന് വരുന്നു. വേർ ദേ ഹാവ് ബീൻ ബാഡ്ലി ട്രീറ്റഡ്, ഇത് രണ്ടും മോശമായ രീതിയിൽ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ. ഷാങ്കർ ഓൺ ദ പ്രൊപ്യൂസ് ആൻഡ് സ്ക്രോട്ടം, ലിംഗാഗ്രഭാഗത്തും അഗ്രചർമ്മത്തിലുമൊക്കെ വ്രണങ്ങൾ വരുന്നു. ഫിഗ് വാഷ് ഓഫ് ദ പീനിസ്, സ്ക്രോട്ടം ഓർ ഏനസ്. നേരത്തെ പറഞ്ഞ പോലെ ലൈംഗികാവയവങ്ങളും വിസർജനേന്ദ്രിയങ്ങളിലും ഒക്കെ എല്ലാത്തരം പ്രശ്നങ്ങളും ഗുണേറിയമായിട്ടും സിഫിലിസുമായിട്ടും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രണ്ടും ചേർന്ന് സങ്കീർണമായി വരുന്ന പ്രശ്നങ്ങൾ. ഇപ്പം അർബുദമായിട്ടും കുഷ്ഠമായിട്ടും മറ്റ് ആന്തരിക അവയവങ്ങളിലെ പ്രശ്നങ്ങളായിട്ടും ഒക്കെ മാറുന്നത് എന്താണെന്നുള്ളത്, നമ്മൾ എന്ത് തരം മയാസങ്ങളാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങളത് കൂട്ടിച്ചേർത്ത് ചിന്തിക്കണം. നമ്മൾ രോഗിയെ കിട്ടുമ്പോൾ അയാളിൽ ഉള്ള ആ ഒരു പ്രാഥമികമായ മയാസംസ് ഏതൊക്കെയാണ്, രോഗപ്രവണതകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഇതേപോലെ കോമ്പിനേഷൻസ് ആയിരിക്കും. പഴയ പോലെ ശുദ്ധമായിട്ട് സിഫിലിസോ സോറയോ സൈക്കോസോ മാത്രമായിട്ടൊന്നും ഈ ഇന്നത്തെ കാലത്ത് വരില്ല. ബിബോയിൻ ലെഫ്റ്റ് ഗ്രോയിൻ, ഇടവശത്തെ അരക്കെട്ടിൽ ഗ്രന്ഥികൾ വീർത്ത് പഴുത്തൊക്കെ വരുന്നു. സർസീഡ് സെക്ഷൽ ഡിസയർ, ലൈംഗിക അഭിനിവേശം തീർന്നു, ഇല്ലാതായി. ഇൻജുറേഷൻ ഓഫ് ടെസ്റ്റസ്, വൃഷണങ്ങൾ കല്ലിക്കുന്നു. എൻലാർജ്മെന്റ് ആൻഡ് ഗ്രേറ്റ് ഹാർഡ്നെസ് ഓഫ് യൂട്രസ്, ഗർഭപാത്രം വലുതാകുന്നു, വല്ലാതെ കല്ലിച്ചു പോകുന്നു. ഇൻട്രേറ്റഡ് സെർവിക്സ്, ഗർഭാശയ മുഖം ഒക്കെ കല്ലിച്ചു പോകുന്നു. ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് യൂട്രസ് ആൻഡ് ഓവറീസ്, ഗർഭപാത്രവും അണ്ടാശയങ്ങളും ഒക്കെ സ്ഥായിയായ വീക്കം ബാധിക്കുന്നു. മെൻസസ് ഫ്രീക്വന്റ് ആൻഡ് പ്രൊഫ്യൂസ്, ഫ്ലോ എക്സ്കോറിയേറ്റിംഗ്, ഇടക്കിടക്ക് ആർത്തവം ഉണ്ടാകുന്നു, അമിതമായ സ്രാവം ഉണ്ടാകുന്നു. ആ സ്രാവം വരുന്നിടത്തൊക്കെ തൊലി ദ്രവിച്ചു പോകാം. ലിക്കോറിയ കോപ്പിയസ് യെല്ലോ, വെള്ളപോക്ക് അമിതമായിട്ടുണ്ടാകാം, മഞ്ഞ നിറത്തിലുണ്ടാകാം. യൂട്രസ് പ്ലാപ്സ്ഡ് ആൻഡ് ഹെവി, ഗർഭാപാത്രം തള്ളിപ്പോകുന്നു, ഭാരം. ഇൻഫ്ലമേഷൻ ഓഫ് വജൈന ആൻഡ് ലാബിയ, വജൈനയിലും ലാബിയയിലും വീക്കം. ഗൊണേറിയ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ഗ്ലാൻഡ്സ് ഇൻ ദ ഗ്രോയിങ്, അരക്കെട്ടിലെ ഗ്രന്ഥികളിൽ വീക്കം, അവിടെ ഗൊണേറിയ ബാധിക്കുന്നു. എത്രത്തോളം സങ്കീർണമായ ഒരു അവസ്ഥയാണെന്ന് ആലോചിക്കുക. ഹീറ്റ്, ബേണിംഗ് ആൻഡ് ഇച്ചിങ് ഓഫ് ദ വജൈന ആൻഡ് ലാബിയ, വജൈനയിലും ലാബിയയിലും ചൂട്, പൊള്ളല്, ചൊറച്ചില്. സഫോക്കേഷൻ ഇൻ എ വാം റൂം ഫ്രം ദ ക്ലോത്തിങ്, ഫ്രം അസെൻഡിങ് സ്റ്റെയേഴ്സ് ആൻഡ് ഫ്രം വാക്കിംഗ് ഫാസ്റ്റ്. ചൂടുള്ള, നേരത്തെ പറഞ്ഞാൽ ചൂടുള്ള മുറിയിൽ ശ്വാസം മുട്ടൽ, വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് ശ്വാസം മുട്ടൽ, പടവുകൾ കയറുമ്പോൾ വേഗത്തിൽ നടക്കുമ്പോൾ ഒക്കെ ശ്വാസം മുട്ടൽ വരുന്നു. ഡിസ്നി അറ്റ് നൈറ്റ്, രാത്രിയിൽ ശ്വാസം മുട്ടൽ. ഡ്രൈ പരോക്സിമൽ കോഫ് അറ്റ് നൈറ്റ്, രാത്രിയിൽ ഇങ്ങനെ വരണ്ട നീണ്ടു നിൽക്കുന്ന ചുമ. ഹാർട്ട് കഫ് അല്ലെങ്കിൽ കാർഡിയാ കഫ്, ഹൃദ്രോഗമായിട്ട് ബന്ധപ്പെട്ട്, ഹൃദയത്തിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചുമ. ഞാനിത് ശ്രദ്ധിക്കുന്നത് ഒരു 10-20 വർഷമായി കാണും. 2005, 2004, 2005, 2006 സമയത്താണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജ്യേഷ്ഠൻ, അയാളൊരു പണിക്കാരനാണ്, സാധാരണ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. അന്ന് അയാൾക്കൊരു 40 വയസ്സ് കാണും. അയാൾക്ക് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പല ചികിത്സകളൊക്കെ ആയിട്ട് അവസാനം ആശുപത്രിയിലായി. എറണാകുളത്ത് വലിയൊരു ആശുപത്രിയിലാണ്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് കേട്ടിരുന്നില്ല. ഒരു ദിവസം എന്നെ വിളിച്ചു. അവർ ഇത്തിരി സ്ഥിതി വഷളാണ്, ഈ ചുമ ഇങ്ങനെ വരണ്ട ചുമ ഇങ്ങനെ രാത്രിയിൽ മറ്റുമൊക്കെ ഇങ്ങനെ ആൾ തുടർച്ചയായിട്ട് വരും. മരുന്ന് കുറേ കൊടുത്തിട്ട് മാറുന്നില്ല. കുത്തിവയ്പ്പ് എന്തൊക്കെ എടുത്ത് ഡോക്ടർമാർ പറഞ്ഞു ഈ ഒരു ചുമ അപകടകരമാണ്, ഹൃദയത്തെ ബാധിക്കുന്ന ചുമയാണ്. ഇതിങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ചിലപ്പോൾ മാരകമായേക്കാം. ഇവർ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേണേൽ കൊണ്ടുപോയിക്കും. പക്ഷേ ഇത് ഈ ആശുപത്രിയിൽ സാമാന്യം വലിയൊരു ആശുപത്രി ആയിരുന്നു. അപ്പോൾ അവർക്ക് ഭയമായി. ഈ അനുജൻ, എൻ്റെ സുഹൃത്ത്, എന്നെ വിളിച്ചു. ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഹോമിയോപ്പതിയിൽ വല്ലതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ പോയി കണ്ട്. എനിക്ക് ഈ രോഗിയെയും എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന, അയാൾക്കൊരു 5-8 വയസ്സുള്ളപ്പോൾ മുതലേ എനിക്ക് അയാളെ അറിയാം. അയാളുടെ പല പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം.
കുറച്ച് ആസ്മയുടെ പ്രശ്നങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായിരുന്നു. ഞാൻ പോയി, ഇയാളുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അനുജനുണ്ട്, ഇവരോടൊക്കെ അമ്മയുണ്ട്, ഇവരോടൊക്കെ സംസാരിച്ച് അത്യാവശ്യം കേസൊക്കെ ഞാൻ എടുത്തു. ലക്ഷണങ്ങളൊക്കെ വളരെ വിശദമായിട്ട് എഴുതി വെച്ചിട്ട് നേരെ ബാബുച്ചേട്ടനടുത്തേക്ക് പോയി. ബാബുച്ചേട്ടനുമായിട്ടിരുന്ന് കേസ് നന്നായിട്ട് സ്റ്റഡി ചെയ്തു. പിറ്റേ ദിവസം ബാബുച്ചേട്ടൻ ഒരു ഔഷധം നിർദ്ദേശിച്ചു. ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, ഇതൊന്നും ആയിരുന്നില്ല, മറ്റൊരു ഔഷധമായിരുന്നു. അത് കൊണ്ടുപോയിട്ട് ഈ അനുജൻ്റെക്ക് കൊടുത്തു. അത് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു. പിന്നെ ചുമ വന്നിട്ടില്ല. ചുമ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, അയാളുടെ നെഞ്ചിലാകെ വീർത്ത് കെട്ടിയിരിക്കുന്ന നെഞ്ചിൻ്റെ അസ്ഥിയിലൊക്കെ വേദന, ശ്വാസം മുട്ടില്ല, ഈ ആസ്മാറ്റിക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൊതുവെ ഒരു ശമനം കിട്ടി. ഇയാൾ തന്നെ പറഞ്ഞു, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീട്ടിലേക്ക് പോകാം. അയാളുടെ ഒരു മുഖത്തൊരു പ്രസാദവും ഒരു ഉന്മേഷവും പോകുന്നു. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഇത് പറയുമ്പോൾ ഞാൻ ചെന്ന് കണ്ടപ്പോഴേക്കും ആൾ ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോ, എൻ്റെ ഈ മരുന്നുകൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ ബാബുച്ചേട്ടനെ പരിചയപ്പെടുത്തി തരാം, നിങ്ങൾ വേണമെങ്കിൽ കണ്ട് മരുന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അയാൾ ഇപ്പോഴും ജോലിയെടുത്ത് ജീവിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്നാണ് ഈ കാർഡിയാക് കോഫ് എന്താണെന്നുള്ളത് ഞാൻ കേൾക്കുന്നത് തന്നെ അപ്പോഴാണ്. ലൂസ് കോഫ് വിത്ത് തിക്ക് യെല്ലോ എക്സ്പെക്ടേഷൻ, മഞ്ഞ നിറത്തിൽ കട്ടിയുള്ള കഫം വരുന്ന തരത്തിലുള്ള ചുമ. മോസ്റ്റ് ഡിസ്ട്രസിങ് പ്രഷർ അണ്ടർ ദ സ്റ്റേർണം ആസ് ഇഫ് ഇറ്റ് വുഡ് ബേഴ്സൺ വാക്കിംഗ് ഫാസ്റ്റ്, അസെൻഡിങ് സ്റ്റെപ്സ് ഓർ ഇനി എക്സേർഷൻ വിത്ത് പാൽപിറ്റേഷൻ. വേഗത്തിൽ നടക്കുമ്പോൾ, പടവുകൾ കയറുമ്പോൾ, അധ്വാനിക്കുമ്പോൾ ഒക്കെ നെഞ്ചിടിപ്പോട് കൂടി നെഞ്ചിലെ അസ്ഥി പൊട്ടിത്തെറിക്കുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള വല്ലാത്ത മർദ്ദം അനുഭവപ്പെടുന്നു. പാൽപിറ്റേഷൻ ഓൺ എക്സേർഷൻ ആൻഡ് ഫ്രം എക്സൈറ്റ്മെന്റ്, ഉത്തേജനം ഉണ്ടാകുന്നതുകൊണ്ട്, എന്തെങ്കിലും കാരണത്തെ ഉത്തേജനം ആകുന്നതുകൊണ്ട്, അധ്വാനം കൊണ്ട് നെഞ്ചിടിപ്പ് വരുന്നു. പാൽപിറ്റേഷൻ ഇഫ് സഡൻലി സ്പോക്കൺ ടു, പെട്ടെന്നൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് ഞെട്ടിയിട്ടോ മറ്റോ അയാൾ നെഞ്ചിടിപ്പ് കൂടുന്നു. ഷാർപ്പ് പെയിൻസ് ഇൻ ദ ചെസ്റ്റ്, നെഞ്ചിൽ വളരെ കൂർത്ത വസ്തുക്കളിൽ കുത്തുന്ന പോലെയൊക്കെയുള്ള വേദന, രൂക്ഷമായ വേദന. ഗോയിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, നെഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേദനയുടെ സഞ്ചാരം എന്ന് പറയില്ല, അങ്ങനെ. പെയിൻ ഇൻ ദ ഹാർട്ട്, നെഞ്ചിൽ വേദന, ഹൃദയത്തിൽ വേദന. ഡ്രോയിങ് ആൻഡ് കട്ടിങ് ഇൻ ഹാർട്ട്, നെഞ്ചിൽ വലിക്കുന്ന പോലെ, വെട്ടുന്ന പോലെ വേദന. വയലന്റ് പ്രഷർ ഇൻ ദ റീജിയൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ ഭാഗത്ത് മുഴുവൻ വല്ലാത്ത സമ്മർദ്ദം. കാർഡിയാക് ആംഗ്വിഷ്, നെഞ്ചിൽ അനുഭവിക്കുന്ന, അല്ലെ മനസ്സിലാകാം, മനസ്സിലും ഹൃദയത്തിൽ ഒരേപോലെ ആകാം ഒരു വ്യഥ, വല്ലാത്ത പ്രയാസം, രണ്ടും ചേർന്നും വരാം. ആൻജീന പെക്ടോറിസ്, നിങ്ങൾക്കറിയാം, നെഞ്ചിൽ വരുന്ന ആ ഒരു വേദന ഹൃദയരോഗത്തിന്റെ, ഹൃദയസ്തംഭനത്തിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ട് വരുന്നത്. എൻഡോകാർഡൈറ്റിസ്, ഹൃദയത്തിന്റെ ഉള്ളിലെ സ്ഥലത്തിനും വാൽവിനും ഒക്കെ വീക്കം. എൻലാർജ് റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ വലതുഭാഗം വീർത്തു വരുന്നു. പാൽപിറ്റേഷൻ കീപ്സ് ഹെയർ ഫ്രം സ്ലീപ്പിംഗ്, നെഞ്ചിരിപ്പ് കൊണ്ട് അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. റൊമാറ്റിക് ഹെയർ നേരത്തെ കണ്ടു, വാദപ്പനി വന്നിട്ട് ഹൃദയത്തെ ബാധിക്കുന്ന അവസ്ഥ, ഹൃദയ വാൽവുകളെ ബാധിക്കുന്ന അവസ്ഥ. പാൽപിറ്റേഷൻ ഫ്രം മെന്റൽ എക്സേർഷൻ, മാനസികാധ്വാനം കൊണ്ട് നെഞ്ചിരിപ്പ് കൂടുന്നു. പൾസ് സ്മാൾ വീക്ക് ആൻഡ് ഫാസ്റ്റ്, ചെറിയ പൾസ്, നാടിമിടിപ്പ് വളരെ ചെറുതായിട്ട്, ക്ഷീണിതമായിട്ട്, വേഗത്തിലും വരാം. ദ ഹാർട്ട് ഈസ് ഫീബിൾ, ഹൃദയം ക്ഷീണിതമാണ്. പൾസേഷൻ സ്ട്രോങ് ഇൻ നെക്ക് ആൻഡ് ടെമ്പിൾസ്, ചെവിയിലും ചെന്നിയിലും ഒക്കെ ആ പൾസ് നമുക്ക് കിട്ടും, വളരെ ശക്തമായിട്ട് കിട്ടും. വയലന്റ് ഇറഗുലർ ഹാർട്ട്, ഹൃദയം വളരെ ക്രമം തെറ്റിയിരിക്കുന്നു, ശക്തമായിരിക്കുന്നു. ഹൃദയ രോഗമെന്ന് പറയുന്ന എത്രത്തോളം പ്രശ്നങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് മാത്രം നമ്മൾ എത്രയോ ഔഷധങ്ങളിൽ. ഇപ്പോൾ ഹൃദ്രോഗം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, അയാളുടെ ജനറൽ കണ്ടീഷൻ എടുക്കുക, പിന്നെ മൊഡാലിറ്റീസ് നോക്കുക. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങൾ ഗ്രൂപ്പായിട്ട് വരുന്നു, കരളും ഹൃദയവുമായിട്ട്, അല്ലെ ഹൃദയവും മനസ്സുമായിട്ടൊക്കെ ഗ്രൂപ്പായിട്ടുള്ള സിംറ്റംസ് ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കുക. ഉചിതമായ ഔഷധം കണ്ടെത്തുക, വളരെ എളുപ്പത്തിൽ പ്രശ്നങ്ങൾ മാറിപ്പോവും. ട്രംബ്ലിംഗ് ഇൻ ദ ഹാൻഡ്സ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ കൈവിറയ്ക്കുന്നു. ഷോക്സ് ഇൻ ദ ആംസ്, കൈകളിൽ ഇങ്ങനെ ആഘാതം, വൈദ്യാഘാതം പോലെ. ബേണിംഗ് ഷൂട്ടിംഗ് പെയിൻസ് ഇൻ ദ ഫോർ ആംസ്, കൈയിലെ ഫോറാമില് പൊള്ളുന്ന തരത്തിൽ അല്ലെങ്കിൽ മിന്നുന്ന തരത്തിലുള്ള വേദന. ഡ്രോയിങ് ഇൻ ദ ഷോൾഡേഴ്സ്, ഭുജങ്ങളിൽ താഴേക്ക് വലിക്കുന്ന പോലുള്ള തോന്നല്. വേഴ്സ് ഇൻ ദ വാം ബെഡ് ആൻഡ് ഡ്യൂറിംഗ് റെസ്റ്റ്, ചൂടുള്ള കിടക്കയിലും വിശ്രമത്തിലും അത് വർദ്ധിക്കുന്നു. ടീറിംഗ് പെയിൻസ് ഇൻ ദ ഷോൾഡേഴ്സ്, ഭുജങ്ങളിൽ വലിച്ചു കീറുന്ന പോലുള്ള വേദന. സ്റ്റിഫ്നെസ് ഓഫ് ആംസ് ആൻഡ് ഫിംഗേഴ്സ്, കൈകളിലും വിരലുകളിലും മരവിച്ച് അനങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥ. ഡ്രോപ്സിക് സ്വെല്ലിംഗ് ഓഫ് ദ ലോവർ ലിംസ്, കാലുകളിൽ വെള്ളം കെട്ടി വിങ്ങി വീർത്തിരിക്കുന്ന പോലെ. എക്സോസ്റ്റോസിസ് ഓൺ ദ ടിബിയ, മുട്ടിന് സമീപം, മുട്ടിന് കീഴേക്കുള്ള അസ്ഥികളിൽ മുഴകള്,
പെരിയോസ്റ്റൈറ്റിസ് ഓഫ് ദ ടിബിയ, ഈ കാലിലെ അസ്ഥിയില് അതിൻ്റെ അസ്ഥിയുടെ ആവരണത്തിൽ വീക്കം. ഇതേപോലെ എൻ്റെ ഒരു അയൽവാസിയുടെ കുട്ടിക്ക് ഇതേപോലെ, പെൺകുട്ടിയാണ്, കാലിൽ ഈ പറഞ്ഞ ഭാഗത്ത് അസ്ഥി മുഴയുണ്ടായി. സർജറി നടത്തി 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് സർജറി നടന്നപ്പോൾ ഇടക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു പറഞ്ഞു, വീണ്ടും വന്നു, വീണ്ടും സർജറി പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, നമുക്കൊന്ന് തമ്മാൻ വരെ വരിക, ബാബുചേട്ടനെ ഞാൻ കൊണ്ടുപോകാം, കേസെടുക്കും, അത് മാറിക്കോളും. അത് അല്ലെങ്കിൽ ഇങ്ങനെ എത്രത്തോളം അവർക്ക് വലിയ സാമ്പത്തിക സ്ഥിതിയുമില്ല, ആളൊക്കെ പിരിവെടുത്താണ് സർജറിക്ക് പോകുന്നത്. ബാബുചേട്ടനെ കൊണ്ടുപോയി അവർ മരുന്ന് ഞാൻ ഓർക്കുന്നില്ല, ആ പ്രശ്നം ക്രമേണ മാറിപ്പോയി. ആ കുട്ടിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ്, പെൺകുട്ടിയാണ്, വിവാഹം കഴിഞ്ഞ് അമ്മയായി, 6 വർഷമില്ല കുട്ടി. എക്സ്ട്രീം സെൻസിറ്റീവ്നെസ് ഓഫ് ദ ടിബിയ, ഈ അസ്ഥിയിൽ അങ്ങേയറ്റം സംവേദനക്ഷമതയുണ്ട്. പെയിൻ ലെഗ് അറ്റ് നൈറ്റ്, രാത്രിയിൽ കാലിൽ വേദന. ബേണിംഗ് ഫീറ്റ്, പൊള്ളൽ കാലില്. പെയിൻ ഫീറ്റ് വേർഡ്സ് ഫ്രം വാംത്ത് ആൻഡ് മോഷൻ, ചൂടുകൊണ്ടും ചെല്ലം കൊണ്ടും ഈ കാൽപാദങ്ങളിൽ വേദന. കട്ടിങ് ഇൻ ദ ടോസ് വെൻ വാക്കിംഗ്, നടക്കാൻ നേരത്ത് കാൽവിരലുകളിൽ വെട്ടുന്ന പോലെ വേദന. ബേണിംഗ് റെഡ്നെസ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ ടോസ്, കാൽവിരലുകളിൽ പൊള്ളല്, ചുവപ്പ് നിറം, വീക്കം. ലിംസ് കോൾഡ് ആൻഡ് കവേർഡ് വിത്ത് എ കോൾഡ് സ്വീറ്റ്, കയ്യാളുകൾ തണുത്തിരിക്കുന്നു, തണുത്ത വിയർപ്പ് കൊണ്ട് ആവരണം ചെയ്യപ്പെടുന്നു. ഡ്രോയിങ് ടിയറിങ് ഇൻ ഓൾ ലിംസ്, എല്ലാ കൈകാലുകളിലൊക്കെ വലിച്ചു പിരിക്കലൊക്കെ ഉണ്ട്. വീനസ് എൻഗോർമെന്റ് ഓഫ് ദ ലോവർ ലിംസ്, കാലുകളിൽ രക്തസംക്രമണം നടക്കാതെ രക്തക്കൊഴലുകൾ വിങ്ങി വീർത്തു വരുന്നു. സ്ലീപ്ലെസ്നെസ് ഫ്രം പാൽപിറ്റേഷൻ ഫ്രം എക്സൈറ്റ്മെന്റ്, വേക്കൻസ് ഇൻ എ സ്റ്റാർച്ച്, ഉത്തേജിതാവസ്ഥ കൊണ്ട് നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചിട്ട് ഉറക്കം പോകുന്നു. ഒരു ഞെട്ടലോടുകൂടി ക്ഷീണം വരുന്നു. വേക്സ് വിത്ത് എ സ്റ്റാർട്ട്, ഒരു ഞെട്ടലോടുകൂടി ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. വയലന്റ് ഡ്രീംസ്, രൂക്ഷമായ അക്രമ സംബന്ധമായ സ്വപ്നങ്ങൾ. ടോർമെന്റിങ് ഡ്രീംസ് ഓഫ് സാഡ്നെസ്, ദുഃഖകരമായ സ്വപ്നങ്ങൾ ഇയാളെ പീഡിപ്പിക്കുന്നു. എത്രത്തോളം ലക്ഷണങ്ങളാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലെയും ബാധിക്കുന്ന, വളരെ മാരകമെന്ന് പറയപ്പെടുന്ന, ഗുരുതരമെന്ന് പറയപ്പെടുന്ന ഹൃദയവും കരളും ക്യാൻസറും സിഫിലിസും ഗൊണേറിയയും ഉഷ്ണവും സകലതും ചേർന്ന് വരുന്ന എത്രയോ പ്രശ്നങ്ങളാണ്. ഈ ഔഷധത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. നിരവധി സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗം വേണ്ടി വരും, ശരിയായി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് ഫോറം സൾഫ്യൂറിക്കം എന്ന അധ്യായം നമുക്ക് മനസ്സിലാക്കാൻ ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.